ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ മോഡലിൽ ഇന്ത്യയിൽ പ്രക്ഷോഭത്തിനും ഗൂഢാലോചന. കഴിഞ്ഞ ദിവസം ലഡാക്കിൽ നടന്ന ആക്രമണം അതിൻ്റെ ടെസ്റ്റ് ഡോസായിരുന്നു എന്നാണ് വിലയിരുത്തൽ. സോനം വാങ്ചുക് എന്ന ആക്ടിവിസ്റ്റിനെ മുൻനിർത്തി കോൺഗ്രസും ചില വിദേശ രാജ്യങ്ങൾ നടത്തിയ നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ സമയോചിതമായ ഇടപെടലിനെ തുടർന്നാണ് അടിച്ചമർത്താൻ സാധിച്ചത്. കത്തിക്കാൻ കഴിയുന്ന പ്രാദേശിക വിഷയം, വിദേശ ഫണ്ടിങ്ങോടെ പ്രവർത്തിക്കുന്ന ആക്ടിവിസ്റ്റ്, അവസരം മുതലെടുക്കാൻ കാത്തിരിക്കുന്ന കോൺഗ്രസ്, എല്ലാം കൂടി ഒത്തുചേർന്നപ്പോൾ എന്നാൽ പിന്നെ മുതലെടുക്കാമെന്ന് പലരും കരുതി. അങ്ങനെ ലഡാക്ക് ഒരു ദിവസം നിന്ന് കത്തി. ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് എന്താണോ നടക്കരുതാത്തത് അതാണ് ഇന്നലെ ലഡാക്കിലെ ലേയിൽ സംഭവിച്ചത്. അക്രമാസക്തമായ ജനക്കൂട്ടം ഒരു സുപ്രഭാതത്തിൽ തെരുവിലിറങ്ങുന്നു. കണ്ണിൽ കണ്ടതൊക്കെ തല്ലി തകർക്കുന്നു. പോലീസിനെയും CRPF ഉദ്യോഗസ്ഥരെയും തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നു. 51 ഉദ്യോഗസ്ഥർക്കാണ് ഇതിൽ പരിക്കേറ്റത് എന്ന് ഓർക്കണം. സർക്കാർ ഓഫീസുകൾ കൂട്ടം ചേർന്ന് കത്തിച്ചു. പോയ വഴിയിൽ കണ്ട BJP ഓഫീസും തല്ലി തകർത്ത് തീയിട്ടു. കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന സാഹചര്യമായതോടെ നേപ്പാളും ബംഗ്ലാദേശും ശ്രീലങ്കയുമല്ല ഇന്ത്യയെന്ന് CRPFും പോലീസും അക്രമികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. 5 പേർ സ്പോട്ടിൽ തന്നെ തീർന്നു. 70-ലധികം പേർക്ക് പരിക്കേറ്റു. ശേഷിച്ചവന്മാർ വന്ന വഴിയെ ഓടി. ഇന്ത്യ കത്തിക്കാൻ ഇറങ്ങിയവന്മാർ ഒറ്റ ദിവസം കൊണ്ട് വീട്ടിൽ കയറി. എന്നാൽ സംഗതിയൊന്ന് ഒതുങ്ങിയതിന് പിന്നാലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക്കാണ് ലഡാക്കിനെ കത്തിക്കാൻ രംഗത്തിറങ്ങിയവരിൽ ഒന്നാമൻ. പ്രകോപനപരമായ പ്രസംഗങ്ങളിലൂടെ ഇയാൾ യുവാക്കളെ ഇളക്കിവിട്ടു എന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണ്ടെത്തൽ. ലഡാക്കിൽ നിന്നും തുടങ്ങുന്ന ആഭ്യന്തര കലാപത്തിനായിരുന്നു ലക്ഷ്യമെന്നും ഇതിനോടകം കണ്ടെത്തിക്കഴിഞ്ഞു. മുൻപ് ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചതിനു പിന്നാലെ അതിനെ സ്വാഗതം ചെയ്ത് രംഗത്തെത്തിയ ആളാണ് സോനം വാങ്ചുക്. എന്നാൽ പിന്നീട് കാര്യങ്ങൾ നല്ല രീതിയിൽ പോയില്ല. ഓരോ ഘട്ടത്തിലും വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് ലഡാക്കിനെ അസ്വസ്ഥമാക്കാൻ ആയിരുന്നു ഇയാളുടെ ശ്രമം. കാലാവസ്ഥാ പ്രശ്നം ചൂണ്ടിക്കാട്ടി ആദ്യം ഒരു സമരം നടത്തി. തീവ്ര ഇടതു സംഘടനകളുടെ പിന്തുണ മാത്രം ലഭിച്ചതോടെ അത് കെട്ടടങ്ങി. പിന്നാലെയാണ് സംസ്ഥാന പദവി എന്ന ആവശ്യവുമായി വീണ്ടും രംഗത്തെത്തിയത്. ഇയാൾക്ക് പിന്നിൽ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന വിദേശ രാജ്യമുണ്ട് എന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. വിവിധ ഘട്ടങ്ങളിലായി കേന്ദ്ര സർക്കാർ സമര നേതൃത്വവുമായി ചർച്ച നടത്തുകയും ഒക്ടോബർ 6-ന് അന്തിമ ചർച്ച നിശ്ചയിക്കുകയും ചെയ്തതാണ്. ഇതിനിടയിലാണ് സോനം വാങ്ചുക് അറബ് വസന്തത്തിന് സമാനമായ പ്രക്ഷോഭത്തിനൊരുങ്ങാനും നേപ്പാൾ മോഡലിൽ തെരുവിലിറങ്ങാനും ആഹ്വാനം ചെയ്തത്. തൊട്ടു പിന്നാലെ ലഡാക്കിലെ കോൺഗ്രസ് നേതൃത്വം അവസരം മുതലെടുത്തു. സെപ്റ്റംബർ 23-ന് കോൺഗ്രസ് നേതൃത്വം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിന് ഭീഷണിയുടെ സ്വരമായിരുന്നു. BJP ഓഫീസ് അടക്കം കത്തിക്കും എന്നായിരുന്നു മുന്നറിയിപ്പ്. എല്ലാ ചെറുപ്പക്കാരും 24-ന് ലേയിലേക്ക് എത്തണമെന്നും ആഹ്വാനം നൽകി. മുൻ നിശ്ചയിച്ച പ്രകാരം സോനം വാങ്ചുക്കിന്റെ അനുയായികളും ലേ അപെക്സ് ബോഡിയുടെ യുവജന വിഭാഗവും തീവ്ര ഇസ്ലാമിക സംഘടന കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും കോൺഗ്രസ് അക്രമി സംഘവും ലേയിൽ അക്രമം അഴിച്ചുവിട്ടു. കോൺഗ്രസ് നേതാവും കൗൺസിലറുമായ സ്റ്റാൻ സിംഗ് സപാങ്ങിന്റെ നേതൃത്വത്തിലായിരുന്നു അഴിഞ്ഞാട്ടം. BJP ഓഫീസ് അടക്കം കത്തിച്ചത് ഇയാൾ നേതൃത്വം നൽകിയ സംഘമാണ്. ജെൻസി സംഘർഷം എന്ന പേരിൽ മലയാള മാധ്യമങ്ങളടക്കം ചർച്ച കൊഴുപ്പിക്കവേ കോൺഗ്രസ് ഇടപെടലിന്റെ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവന്നു. നിലവിൽ കർശന നടപടി ആഭ്യന്തര മന്ത്രാലയം സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കളടക്കം അക്രമികളെ കൂട്ടത്തോടെ പൊക്കി ഉള്ളിലാക്കി കഴിഞ്ഞു. ലഡാക്കിലെ മുല്ലപ്പൂ വിപ്ലവം വിരിയും മുമ്പേ തല്ലിക്കെടുത്തി. എന്തായാലും ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കില്ലെന്ന് ഉറപ്പായി. എങ്കിൽ പിന്നെ വളഞ്ഞ വഴിയിലൂടെ അധികാരത്തിലെത്താം എന്നാണ് കോൺഗ്രസിന്റെയും പിന്തുണക്കാരുടെയും കണക്കുകൂട്ടൽ.
ഇത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയാണെന്ന് മാത്രമാണ് അത്തരക്കാരെ ഓർമ്മിപ്പിക്കാനുള്ളത്. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി.